ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി സ്ട്രോബെറി കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ മുന്നേ ഞാനൊരു 1/2 kg സ്ട്രോബെറി കേക്കിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക. അതുകൊണ്ട് തന്നെ ഇതിൽ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും പറയണില്ല, പെട്ടെന്ന് തന്നെ ഓടിച്ചിട്ട് പോവുകയാണ്. ഈ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല അടിപൊളി സ്ട്രോബെറി കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളും അരിപ്പയും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 1 kgയുടെ അളവാണ് കേട്ടോ പറയുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒരു 3 പ്രാവശ്യം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചു മാറ്റി വെക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് അരിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ ഒരു ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 4 മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്ത് തുടങ്ങാം. കുറച്ചൊന്ന് ബീറ്റായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ആ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് അലിയട്ടെ. അതുവരെ ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മളുടെ എഗ്ഗ് നന്നായിട്ടൊന്ന് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ എടുത്താൽ മതി. ഇത് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മളുടെ ബീറ്റ് സ്ലോ ആയിരിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾക്ക് സ്ട്രോബെറി കേക്ക് ആണല്ലോ, അതുകൊണ്ട് തന്നെ സ്ട്രോബെറിയുടെ എമൻഷ്യൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളെ സ്ട്രോബെറി മിൽക്ക് മിക്സ് ഉണ്ടല്ലോ, ഞാൻ 1/2 kg റെസിപ്പിയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതൊരു 3-4 ഡ്രോപ്സ് ഒരു കളറിനും നല്ലൊരു ആ ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് അതിട്ട് കൊടുക്കാം. അതോടെ നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് നമ്മളെ എഗ് ബാറ്ററിലേക്ക് ഒഴിച്ചിട്ട് ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡിൽ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പതുക്കെ വേണം ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ പൊങ്ങി വന്ന എഗ്ഗൊന്നും താഴ്ന്നു പോകരുത്. അപ്പോൾ നമുക്ക് എല്ലാം കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പം ഞാനിതിവിടെ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് മൈദ. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു ചെറിയ ചൂടിലുള്ള ഒരു പാൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് ഇതും കൂടെ നമുക്ക് ഇതിലോട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് യോജിപ്പിക്കാം. ഇപ്പം നമ്മളെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഒരു 8 ഇഞ്ചിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്, റൗണ്ട് പാന്. നേരത്തെ തന്നെ ബട്ടർ പേപ്പറെല്ലാം ഒട്ടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതേ സമയം തന്നെ നമ്മൾ ഓവൺ ആണെങ്കിൽ ഓവണ് പ്രീ ഹീറ്റ് ചെയ്യണം. അതല്ല ഗ്യാസ് സ്റ്റോപ്പിലാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. അങ്ങനെ നേരത്തെ പ്രീ ഹീറ്റ് ചെയ്ത ഓവണിലേക്ക് ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 35 മുതൽ 40 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഒരു 35 മിനിറ്റിന് ശേഷം ഞാൻ ഇവിടെ കേക്ക് പുറത്തെടുത്തിട്ടുണ്ട്. ഇത് വെന്തോന്ന് അറിയാൻ ഇതാ ഇങ്ങനെ ഒരു സ്ക്യൂവർ വെച്ച് കുത്തി നോക്കലാണ്. ഇത് നമ്മൾ എടുക്കുന്ന മുന്നേ തന്നെ ഒന്ന് കുത്തി നോക്കിയതിന് ശേഷം ഇവിടെ ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ടൈം കൊടുക്കണം കേട്ടോ വേവിക്കാനായിട്ട്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മളെ കേക്ക് റെഡിയാണ്. ഇതൊന്ന് തണുക്കട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കേക്ക് അവിടെ തണുക്കുമ്പോഴേക്കും നമുക്ക് നമ്മളെ വിപ്പിംഗ് ക്രീമൊക്കെ റെഡിയാക്കാം. ഞാനിവിടെ 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഡെക്കറേഷനൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ 2.5 കപ്പൊക്കെ എടുക്കേണ്ടി വരും. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ കൂടുതൽ ഡെക്കറേഷൻ ഒന്നും കൊടുക്കുന്നില്ല, അതുകൊണ്ട് തന്നെ 2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 4 മിനിറ്റെങ്കിലും പിടിക്കും നമ്മൾ വിപ്പിംഗ് ക്രീം ബീറ്റായി എടുക്കാനായിട്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളെ ക്രീം നല്ല സ്റ്റിഫായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്. നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ള ഈ കേക്ക് നമുക്കിനി 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് കേക്ക് ബോർഡിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്യാം. നമ്മളെ കേക്ക് മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹാഫ് kg കേക്കിൽ സ്ട്രോബെറിയുടെ സിറപ്പ് കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ നമ്മളെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. പഞ്ചസാര പ്ലസ് വാട്ടർ പ്ലസ് സ്ട്രോബെറി സിറപ്പും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടി നമ്മൾ കേക്കിലേക്ക് ഇറങ്ങും. അപ്പോൾ ഹാഫ് kg റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. ഇനി ഇതാ നമ്മൾ അതിലേക്ക് ഫസ്റ്റ് ലെയർ ക്രീം തേച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് സ്ട്രോബെറി ക്രഷ് ആണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് സെക്കൻഡ് ലെയർ കൊടുക്കാം. അപ്പോൾ ഈ ഒരു കേക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക് തന്നെയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാം. ഞാനിപ്പോൾ സെക്കൻഡ് ലെയർ വെച്ചു, ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തു, ക്രീം അപ്ലൈ ചെയ്തു, അതൊന്ന് ലെവൽ ചെയ്തെടുക്കുക. ലെവൽ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇതിൻ്റെ സെൻറ്ററും കൂടെ ലെവൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമ്മൾ ക്രഷ് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ നമ്മൾ കേക്ക് വെറ്റ് ചെയ്യാം. ശേഷം ക്രീം കോട്ടായിട്ട് ആദ്യം ഒരു ലെയർ നമ്മൾ ക്രീം അപ്ലൈ ചെയ്യണം. എന്നിട്ട് അതൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുക. അതിനുശേഷമാണ് നമ്മൾ സെക്കൻഡ് കോട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രീം കോട്ട് കഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ ഒന്ന് വെച്ചതിന് ശേഷം എടുത്തിട്ട് സെക്കൻഡ് കോട്ട് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല വൃത്തിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഫസ്റ്റ് കോട്ട് കഴിഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് കോട്ട് ഇതാ ഇപ്പോൾ ക്രീം ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാനിതിന് മുകളിൽ ഗണേശാണ് ഒഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡെക്കറേഷൻ ഫ്ലവറൊക്കെ വെച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഫ്രഷ് സ്ട്രോബെറി കിട്ടുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഡെക്കറേഷനൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മുന്നേ ഞാൻ ഗണേശിൻ്റെത് കാണിച്ചുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ഞാനത് കാണിക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മളെ കേക്ക് നല്ല ഫിനിഷായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഇതിന് മുകളിൽ നമുക്ക് ഗണേശ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുത്തിട്ട് വേണം കാണാനായിട്ട്. അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം ക്ലിക്ക് ചെയ്യാനായിട്ട്. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. മറ്റൊരു കിടിലൻ റെസിപ്പിയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.